എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഫസൽ ഗഫൂർ MESൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഇഫ്താർ സമ്മേളനത്തിലിരിക്കുന്നത്. ലോകത്തെങ്ങും തന്നെ ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണിത്. നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രശ്നം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ആഗോള രംഗത്തുണ്ട്. ഇന്ന് ഹിന്ദുവിലൊരു വാർത്തയുണ്ട്. അവിടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനി അവർ പലസ്തീനിലെ വിമോചന പോരാളികൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തു എന്നതിൻ്റെ പേരിൽ അവരെ നാട് കടത്താനായിട്ട് സർക്കാർ തീരുമാനിച്ചപ്പോൾ അവർ സ്വയം ഞാൻ ഈ നാട് വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാനഡയിലേക്ക് പോയി. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി, രഞ്ജിനി എന്നാണ് അവരുടെ പേര്. കഴിഞ്ഞ ആഴ്ചയാണ് മുഹമ്മദ് ഖലീൽ എന്ന് പറയുന്ന സിറിയയിൽ ജനിച്ച പലസ്തീൻകാരനായ ഒരു വിദ്യാർത്ഥി അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്ന പലസ്തീൻ സമരത്തിൽ മുന്നിൽ നിന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാൻ അവസരം നൽകുന്നു എന്നതിൻ്റെ പേരിൽ ആ സർവകലാശാലയ്ക്ക് സർക്കാർ കൊടുത്തിരുന്ന $40 കോടി സഹായം ഉപേക്ഷിച്ചിരിക്കുകയാണ്. സർക്കാർ കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ തരത്തിൽ ചിന്താപരമായ സ്വതന്ത്ര ചിന്തയുടെ എല്ലാവിധ മുകുളങ്ങളെയും എല്ലാവിധ ചെറിയ പരിമിതമായിട്ടുള്ള അവകാശങ്ങളെയും ഇല്ലാതാക്കുന്ന അത്യന്തം ഗുരുതരമായ ഫാസിസ്റ്റായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആ തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ JNU അടക്കമുള്ള സർവകലാശാലകൾ ഇന്ത്യയിൽ നേരത്തെ കണ്ടതാണ്. അതായത് ഇന്നത്തെ ലോക സമൂഹത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വളരെ യാതൊരു ഒരു മറവുമില്ലാത്ത നിലയിലുള്ള ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പ്രവണത വളരെ വ്യാപകമായി വന്നിരിക്കുകയാണ്. ചിന്താപരമായ രംഗത്ത്, ആശയങ്ങളുടെ രംഗത്ത്, രാഷ്ട്രീയ അവബോധത്തിൻ്റെ രംഗത്ത് ഇന്ന് അതൊരു വലിയ മുന്നേറ്റമായിട്ട് വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആശയരംഗത്ത് തന്നെയാണ് അതിനെ നമ്മൾ തിരിച്ചടിക്കേണ്ടത്. ആശയരംഗത്ത് പ്രത്യേകിച്ച് സാമൂഹിക ശാസ്ത്ര മേഖലകളിൽ, മാനവിക മേഖലകളിൽ അതിശക്തമായിട്ടുള്ളൊരു മുന്നേറ്റത്തിലൂടെ മാത്രമേ ഈ പ്രവണതകളെ എതിർക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ എൻജിനീയറിംഗ് കോളേജുകൾ ഉണ്ടാക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്നുണ്ട്, പണമുണ്ടാക്കാവുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയെ, നമ്മുടെ ചരിത്രത്തിൻ്റെ തിരിച്ചു പിടിക്കുന്ന മേഖലകളെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് MESനെ പോലൊരു പ്രസ്ഥാനം അവർ 60 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സമയത്തെങ്കിലും സാമൂഹിക ശാസ്ത്ര മേഖലകളിൽ, മാനവിക മേഖലകളിൽ ഈ സമൂഹത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, നമ്മുടെ പാരമ്പര്യങ്ങളുടെ സംരക്ഷണത്തിനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിൽ അതിശക്തമായിട്ടൊരു മുന്നേറ്റത്തിന് അത്തരത്തിലുള്ള പുതിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് MES നേതൃത്വം നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേറ്റ് മേഖലയിൽ നമുക്ക് ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ഉണ്ട്, അശോക യൂണിവേഴ്സിറ്റി ഉണ്ട്, ക്രിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവരൊക്കെ ഈ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകുന്നു. പക്ഷേ അതൊക്കെ തന്നെ കോർപ്പറേറ്റ് സർവകലാശാലകളാണ്. ജനകീയമായിട്ടുള്ള അടിത്തറയുള്ള ഒരു മാനവിക ശാസ്ത്ര സർവകലാശാല ഇന്ന് ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യം മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നാളെ ഒരുപക്ഷെ ഇത് പറയാനുള്ള അവസരം ഉണ്ടാവില്ല എന്നതുകൂടി ഞാൻ പറയട്ടെ.